ഒരു ഉയർച്ചയുടെ വാതിൽ അപ്പുറത്ത് കിടപ്പുണ്ട്. പക്ഷെ അത്യാവശ്യം സുബോധമാണ്. ബോധം നഷ്ടപ്പെട്ടു. എങ്ങനെ ബോധം നഷ്ടപ്പെട്ടു? ഭവനത്തിലായിരുന്നവൻ, സമ്പത്ത് അനുഭവിച്ചവൻ, നന്മ അനുഭവിച്ചവൻ, കൃപ അനുഭവിച്ചവൻ, കരുതൽ അനുഭവിച്ചവൻ, സ്നേഹം അനുഭവിച്ചവൻ, എല്ലാ നന്മകളും അനുഭവിച്ചവൻ, അവന്റെ സുബോധം പെട്ടെന്ന് നഷ്ടപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കള്ളൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും. ആരാണ് ഈ കള്ളൻ? പിശാച്. ലോകത്തിന്റെ ആരംഭം മുതൽ, മനുഷ്യന്റെ ആരംഭം മുതൽ അവന്റെ ജീവിതത്തിന്റെ സുബോധത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൻ അനുഭവിക്കേണ്ടിയിരുന്ന, അവനു വേണ്ടി കരുതിയിരുന്ന, അവനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട, അവനു വേണ്ടി ഒരുക്കപ്പെട്ട നന്മകൾ അവൻ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയതായ തോട്ടത്തിൽ നിന്ന് സുബോധം നഷ്ടപ്പെട്ടവനായിട്ട് അരുതാത്തത് ചെയ്ത് അവൻ തോട്ടത്തിന് ദൈവമാക്കിയ സ്ഥലത്ത്, അവന് വേണ്ടി കരുതിയ സ്ഥലത്ത്, അവന് കൊടുത്ത സ്ഥലത്ത്, അവന്റെ ഭരണ സംവിധാനത്തിലേക്ക് കൊടുത്ത സ്ഥലത്ത് നിന്ന് അവൻ പുറത്തുപോയി. അന്ന് മുതൽ തുടങ്ങിയ മനുഷ്യന്റെ പരക്കം പാച്ച്, മനുഷ്യന്റെ സ്വസ്ഥതയില്ലായ്മ ഇന്നും തുടരുക. എന്നെ ശ്രദ്ധിക്കുമ്പോൾ നിനക്ക് വേണ്ടി കരുതിയ കരുതൽ, നിനക്ക് വേണ്ടിയുള്ള സ്ഥലത്ത്, നിന്റെ സ്വന്തം സ്ഥലത്ത് നീ വസിക്കുന്നതിന് കണ്ട് അസൂയ തോന്നി നിനക്ക് നാശം വരേണ്ടതിന് മാറിയിരുന്ന് പതിയിരുന്ന് ചതിക്കുന്നവനെ പോലെ കടന്നു വന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ നിന്നെ ചതിച്ച് നിന്റെ സുബോധം നഷ്ടപ്പെടുത്തി നിന്നെ ദൂരേക്ക് മാറ്റിക്കളഞ്ഞ ഈ പിശാചിനോട് ഇന്ന് പകൽ യാത്ര പറയുവാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്നെ സ്വീകരിപ്പാൻ പിതാവിന്റെ ഭവനമുണ്ട്. നിന്നെ സ്വീകരിപ്പാൻ പിതാവിന്റെ തോട്ടമുണ്ട്. അവിടുത്തെ പഴങ്ങൾ നിനക്കുള്ളതാണ്, അവിടുത്തെ കരുതലുകൾ നിനക്കുള്ളതാണ്, നിനക്കുള്ള അധികാരം അവിടെ ശേഷിക്കുന്നു. അവിടെ നിനക്ക് കൽപ്പിക്കുവാൻ കഴിയും, അവിടെ നിനക്ക് അധികാരത്തോടെ സംസാരിപ്പാൻ കഴിയും, മകനെ പോലെ ജീവിപ്പാൻ പറ്റും, ആ നന്മകൾ നിനക്ക് അനുഭവിപ്പാൻ പറ്റും. അവന് സുബോധം വന്നപ്പോൾ വീട്ടിൽ പോയില്ല, സുബോധം വന്നതേയുള്ളൂ. അവൻ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്ര കൂലിക്കാര് തിന്ന് ബാക്കി ശേഷിപ്പിക്കുന്നു, ഞാനിവിടെ കിടന്ന് പന്നിക്ക് പോലും കൊടുക്കുന്ന തീറ്റ തിന്നാനില്ലാതെ ഞാൻ വിഷമിക്കുക. പന്നിക്ക് കൊടുക്കുന്ന തീറ്റ എത്ര നികൃഷ്ടമായ, എന്ത് ഹീനമായ, എന്ത് വൃത്തികെട്ട ആഹാരവും, എത്ര സുരക്ഷിതത്വമല്ലാത്ത ആഹാരമാണ് പന്നിക്ക് കൊടുക്കുന്നത്. ഏതാഹാരവും അത് തിന്നുകൊള്ളും. അതുപോലും തിന്നാൻ ഒരുവന് ലഭിക്കാതെ വരിക എന്ന സ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. എത്ര തരം താഴ്ന്നു പോയി അവൻ. കുമാരനായിട്ട് ജീവിക്കേണ്ടവൻ, പ്രൗഢിയോടെ ജീവിക്കേണ്ടവൻ, കുടുംബത്തിലെ സകല നന്മകളും അനുഭവിച്ച് ജീവിക്കേണ്ടവൻ, ഇതാ പന്നിക്ക് പോലുമുള്ള ആഹാരമില്ലാത്തവനായി അവനൊരു തെണ്ടിയെപ്പോലെ തെണ്ടിയെക്കാളും തരം താഴ്ന്ന നിലവാരത്തിലേക്ക് പോയി. ഇന്ന് പകൽ സുബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ എത്രത്തോളം താഴ്ചയും എത്രത്തോളം പതനവുമാണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം എത്ര താഴ്ചയിൽ പതനത്തിൽ കിടക്കുന്നുണ്ടെങ്കിലും ഈ യുവാവിനെ പോലെ ഒരു സുബോധം വരുവാൻ നിനക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ശേഷിക്കുന്നത് നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നിറഞ്ഞ ഒരു ഭവനം. അത് മറ്റാരുടെയും ഭവനമല്ല, നിന്നെ സൃഷ്ടിച്ച നിന്റെ പിതാവിന്റെ ഭവനം. ദൈവഭവനത്തിൽ നിനക്ക് വേണ്ടുന്നത് മുഴുവനുണ്ട്. ദൈവഭവനത്തിൽ ദാസന്മാര് പോലും തിന്നു ബാക്കി വെക്കുന്നു. ദൈവഭവനത്തിൽ മക്കൾ അധികാരത്തോടെ നടക്കുന്നു. ദൈവഭവനത്തിൽ മക്കൾ അധികാരികളായി ജീവിക്കുന്നു. ദൈവഭവനത്തിൽ മക്കൾ സന്തോഷിക്കുന്നു. ദൈവഭവനത്തിൽ മക്കൾ ഉല്ലസിക്കുന്നു. എന്തുകൊണ്ട് നിനക്കും ഇത് വേണ്ടേ? എന്തുകൊണ്ട് നീ ഇതിനു വേണ്ടി കൊതിക്കുന്നില്ലേ? ഇന്ന് പകൽ കടന്നു വരൂ. ഇന്ന് പകൽ കടന്നു വരൂ. നിനക്കൊന്ന് അനുഭവിപ്പാൻ കഴിയും. അപ്പന്റെ ഭവനത്തിലുള്ള ആഹാരം നിനക്ക് ഭക്ഷിക്കണ്ടേ? അപ്പന്റെ ഭവനത്തിൽ ആ മേശപ്പുറത്തുള്ളതായ ആഹാരത്തെ നീ കുറിച്ചൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കും. ബിരിയാണി വേണ്ടിയതിന് ബിരിയാണിയുണ്ട്, ഫ്രൈഡ് റൈസ് വേണ്ടിയതിന് ഫ്രൈഡ് റൈസ് ഉണ്ട്, പഴങ്ങൾ വേണ്ടതിന് പഴങ്ങളുണ്ട്, വേണ്ടിയതെല്ലാം സമൃദ്ധമായി അവിടെയുണ്ട്. എന്തിന് നീ അവിടെ കിടന്ന് പട്ടിണി കിടക്കണം? എന്തിന് നീ പന്നിയുടെ കൂടെ കിടക്കണം? നിനക്ക് മകനായി ജീവിക്കരുതോ? വരൂ. ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പന്റെ ഭവനത്തിലേക്ക് കടന്നു വരാൻ നിനക്കൊരാഗ്രഹമുണ്ടോ? വരൂ. നിന്നെ കൊണ്ടുപോകാൻ ഒരുവനുണ്ട്. നിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ഒരു പിശാചുണ്ടായിരുന്നെങ്കിൽ, ഒരു സാത്താനുണ്ടായിരുന്നെങ്കിൽ, ഒരു ദുഷ്ടശക്തി ഉണ്ടായിരുന്നെങ്കിൽ, നിന്റെ സുബോധത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ ഒരു പിശാചുണ്ടായിരുന്നെങ്കിൽ, നിന്നെ മൃതാവസ്ഥയിലേക്ക് നയിക്കുവാൻ ഒരു പിശാചുണ്ടായിരുന്നെങ്കിൽ, നിന്നെ ജീവിതത്തിന്റെ നരകാവസ്ഥയിലേക്ക് നയിപ്പാൻ ഒരു പിശാചുണ്ടായിരുന്നെങ്കിൽ, നിന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു യേശുവുണ്ട്. ഈ യേശു കേവലം ശബ്ദമായി നിൽക്കുകയല്ല, പകരം നിന്നെ സ്നേഹിച്ചുകൊണ്ട്, നിന്റെ സ്ഥിതി കണ്ടുകൊണ്ട്, നിന്നെ വീണ്ടെടുക്കേണ്ടതിന്, നിന്നെ കഴുകേണ്ടതിന് അവൻ ഏതെങ്കിലും ഒരു ആറ്റിലെ വെള്ളമല്ല ഊറ്റിയത്. അവൻ ഏതെങ്കിലും ഒരു കിണറ്റിലെ വെള്ളമല്ല തന്നത്. അവന്റെ വിയർപ്പല്ല അവൻ തന്നത്. അവൻ ചങ്കിലെ ചോര ഊറ്റിത്തന്നു. കാൽവറിയുടെ കുലമനത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ ചങ്ക് തുറന്നു വന്നു. എന്തിന്? അന്യപ്പെട്ട് കിടക്കുന്ന നീ, ദാസനായി കിടക്കുന്ന നീ, പന്നിയുടെ കൂടെ കിടക്കുന്ന നീ, അപ്പന്റെ ഭവനത്തിലെ നന്മ അനുഭവിപ്പാൻ കടന്നു വരുമോ?
ഇന്ന് പകൽ നിനക്ക് മനസ്സിലാകുന്നുവോ? ആത്മഹത്യ വേണ്ട, നാശം വേണ്ട. ആ വിഷത്തോട് നിനക്ക് യാത്ര പറയാൻ പറ്റും. ആ അടിമത്തത്തിൽ നിനക്ക് തുടരണ്ട. ആ ഡ്രഗ്സിന്റെ ആവശ്യമില്ല, ആ മദ്യത്തിന്റെ ആവശ്യമില്ല. ആ കുടുംബം ഇനിയും തകർന്നു പോകില്ല. സുഹൃത്തെ, ഒരു പരാജയം നേരിട്ടെങ്കിൽ ആ പരാജയത്തെ വിജയത്തിന്റെ പടിയാക്കി മാറ്റുവാൻ ഒരു യേശുവുണ്ട്. ഇന്ന് നിനക്ക് പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളെ പദ്ധതികളാക്കി മാറ്റുവാൻ ഒരു പിതാവ് നിനക്കായി കാത്തിരിക്കും. നിനക്കിന്ന് പകൽ നീ കിടക്കുന്ന കിടപ്പിൽ കിടക്കുന്നു, നീ കിടക്കുന്ന സ്ഥലത്ത് കിടന്നുകൊണ്ട് നിനക്കൊരു ഭാവിയില്ല. നാളെ എങ്ങനെ നിനക്കറിയത്തില്ല. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നിനക്കറിയത്തില്ല. വീട്ടുകാരുടെ മുമ്പിൽ, സ്വന്തക്കാരുടെ മുമ്പിൽ, ചാർച്ചക്കാരുടെ മുമ്പിൽ, കൂടെ പഠിച്ചവരൊക്കെ ഒരു നിലവാരത്തിലെത്തി. എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ കിടക്കുന്നു എന്നോർത്ത് നീ വിഷമിക്കുന്നുണ്ടെങ്കിൽ അപ്പൻ നിനക്കായി കരുതിയിട്ടുണ്ട്. കടന്നു വരൂ, കടന്നു വരൂ, കരം കൊടുക്കൂ. ആ നിന്റെ അടുത്ത് കടന്നു വന്ന് നിനക്ക് സുബോധം തരാൻ ഇഷ്ടപ്പെടുന്ന ആ യേശുവിന് കരം കൊടുക്കൂ. നിന്റെ ഹൃദയം കൊണ്ട് ആ യേശുവോട് പറ, യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്, എനിക്ക് സുബോധം വേണം, അപ്പന്റെ ഭവനത്തിലേക്ക് എനിക്ക് കടന്നു വരണം. ഇന്ന് പകൽക്കാലം നീ അത് ആഗ്രഹിക്കുമെങ്കിൽ നിന്റെ ഹൃദയം തുറന്നു കൊടുത്തുകൊണ്ട് ആ യേശുവോട് പറ, യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്, എന്നെ നിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം. അപ്പന്റെ ഭവനത്തിലെ ആപ്പിൾ എനിക്ക് വേണം, അപ്പന്റെ ഭവനത്തിലെ അധികാരം എനിക്ക് വേണം, അപ്പന്റെ ഭവനത്തിലെ ആഹാരം എനിക്ക് വേണം, അപ്പന്റെ ഭവനത്തിലെ മോതിരം എനിക്ക് വേണം, അപ്പന്റെ ഭവനത്തിലെ കാലിലിടുന്ന ചെരുപ്പ് എനിക്ക് വേണം, അപ്പന്റെ ഭവനത്തിലെ പുത്തൻ വസ്ത്രം എനിക്ക് വേണം. എന്തെല്ലാം നിനക്കായി അപ്പൻ കരുതിയിരിക്കുന്നു. ഓ, പന്നിക്ക് പോലുള്ള ആഹാരം നിനക്ക് വേണ്ടി കരുതാൻ ആരുമില്ലാതിരിക്കുമ്പോൾ അപ്പൻ നിനക്കായി വേണ്ടിയത് മുഴുവൻ കരുതിയിരിക്കുന്നു. കമാൺ യുവാവേ, യുവതിയെ, പിതാവേ, മാതാവേ, ആൺകുഞ്ഞെ, പെൺകുഞ്ഞെ, എന്തിന് നീ നരകിക്കണം? വരൂ, യേശു നിന്റെ അടുത്ത് നിന്നെ വിളിക്കുന്നു. ബൈബിൾ പറയുന്നു, അവൻ ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും യേശുവിന്റെ ശബ്ദം കേട്ട് ഹൃദയത്തിന്റെ വാതിൽക്കൽ വാതിൽ തുറന്നു കൊടുത്ത് യേശുവേ, അവിടുന്ന് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമെന്ന് നീ പറഞ്ഞാൽ, യോഹന്നാൻ 1:12 നാം വായിക്കുന്നു, യേശുവിനെ കൈക്കൊണ്ട്